ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എവിടെ സാറാണ് ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ പവർ ഷെയറിംഗ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് ഈ ഒരു ക്ലാസ് കാണുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടു പോകാം. നമ്മളെന്തായാലും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി വെൽക്കം. എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യം ജസ്റ്റ് ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് ഇൻഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ഇൻ മോഡേൺ ഡെമോക്രസീസ് എന്നുള്ളതാണ്. ഓക്കെ, മോഡേൺ ഡെമോക്രസീസിലുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പവർ ഷെയറിംഗ് അമംഗ് ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്, അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രഷർ ഗ്രൂപ്പ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്. ഇങ്ങനെ 4 ഫോംസ് ഓഫ് പവർ ഷെയറിംഗ് ആണ് നമ്മുടെ മോഡേൺ ടൈമിൽ ഡെമോക്രാറ്റിക്കൽ വേൾഡിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു. അതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്നത്. അതായത് ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ പവർ ഷെയർ ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെയുള്ള പവർ ഷെയറിംഗ്. ദിസ് പവർ ഷെയറിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം. മക്കൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. വെർട്ടിക്കൽ പവർ ഷെയറിംഗ് ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിഫറെൻറ്റ് ഓർഗൻസ്. ഹൊറിസോണ്ടൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെ സെയിം ലെവലുള്ള ഡിഫറെൻറ്റ് ഓർഗൻസിലൂടെയുള്ള പവർ ഷെയറിംഗ് അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ഉള്ള പവർ ഷെയറിംഗ് അറേഞ്ച്മെൻ്റ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വെർട്ടിക്കൽ പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മൾ അറിയപ്പെടുന്നത്. ഡിഫറെൻറ്റ് ലെവൽസ് വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും. അഡീഷണൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? വെർട്ടിക്കൽ പവർ ഷെയറിംഗ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ഈ പറഞ്ഞ പവർ എന്താ പറയുക? പവർ ഷെയർഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ്. Then the third one is social groups, power sharing among social groups. നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ഷെയർഡ് among റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. റിലീജിയസ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സിൻ്റെ ഇടയിൽ പവർ ഷെയർ ചെയ്യുന്ന അറേഞ്ച്മെൻ്റ് ആണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബെൽജിയം അല്ലെ. ബെൽജിയം ഇസ് ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഏത് പവർ ഷെയറിംഗ് ആടാ? ഈ പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ്സിലൂടെയുള്ള പവർ ഷെയർ ചെയ്യുന്നതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ബെൽജിയം കമ്മ്യൂണിറ്റി ഗവൺമെൻറ് എടുക്കാൻ പറ്റും. ദെൻ പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെയും പ്രഷർ ഗ്രൂപ്പ്സിലൂടെയും മൂവ്മെൻറ്റ്സിലൂടെയുള്ള പവർ ഷെയറിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോalition ഗവൺമെൻറ്റിന് ഇന്ത്യ നമുക്ക് നോക്കാം. ഈ പറയുന്ന ഒന്നിലധികം പാർട്ടികൾ അല്ലെ ഒന്നിച്ചെന്നുകൊണ്ട് ഭരണകൂടം ഫോം ചെയ്യുന്ന കോalition ഗവൺമെൻറ് നമുക്ക് എന്തിനെടുക്കാൻ പറ്റും? ഈ പറഞ്ഞ ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലൂടെയുള്ള പവർ ഷെയറിംഗിന് അറേഞ്ച്മെൻറ്റിന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മക്കളെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ചോദിക്കുന്നത് വൈ പവർ ഷെയറിംഗ് ഇസ് ഡിസൈറബിൾ ഇൻ എ ഡെമോക്രസി. ഡെമോക്രസിയിൽ എന്തുകൊണ്ടാണ് പവർ ഷെയറിംഗ് ഡിസൈറബിൾ ആവുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. പ്രുഡൻഷ്യൽ റീസൺ നമുക്ക് കാണാൻ പറ്റും, മോറൽ റീസൺ നമുക്ക് കാണാൻ പറ്റും. പ്രുഡൻഷ്യൽ റീസണിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് റെഡ്യൂസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സോഷ്യൽ ഗ്രൂപ്പ്സ് അല്ലെ. ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള കോൺഫ്ലിക്ട് റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? പവർ ഷെയർ ചെയ്യണം. അതിലൂടെ പീസും സ്റ്റെബിലിറ്റിയൊക്കെ എൻഷുർ ചെയ്യാൻ നമുക്ക് പറ്റും. മെജോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ഡോമിനേഷൻ റിഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെൻറ്റ് ചെയ്യാനും എന്തിലൂടെ പറ്റും? ഈ കൈൻഡ് ഓഫ് പവർ ഷെയറിംഗ് അറേഞ്ച്മെൻറ്റിലൂടെ നമുക്ക് പറ്റും. ദെൻ പവർ ഷെയറിംഗ് ദ സ്പിരിറ്റ് ഓഫ് ഡെമോക്രസി എന്നുള്ളതാണ് നമ്മൾ മോറൽ റീസൺ നമ്മൾ പറയുന്നത്. പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു കൺസൾട്ട് ടു ഹൗ ആൻഡ് ടു പാർട്ടിസിപ്പേറ്റ്. നമുക്ക് കാണാൻ പറ്റുന്നത് എങ്ങനെ ഗവേൺ ചെയ്യണമെന്ന് പീപ്പിൾസിന് തീരുമാനിക്കാം. പീപ്പിൾസിൻ്റെ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാനൊക്കെ എന്തിലൂടെ പറ്റും? പവർ ഷെയറിങ്ങിലൂടെ പറ്റും എന്നുള്ളതാണ് മോറൽ റീസൺ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ബോത്ത് പ്രുഡൻഷ്യൽ ആൻഡ് മോറൽ റീസൺ നമുക്ക് അവിടെ കാണാൻ പറ്റൂടാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന പോലെ തന്നെ വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റ് ഓഫ് ബെൽജിയം ആൻഡ് ശ്രീലങ്ക. ശ്രീലങ്കയിലെയും ബെൽജിയത്തിലെയും പവർ ഷെയറിംഗ് അറേഞ്ച്മെന്റിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ഏരിയയിൽ നിന്നും ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെയാണ് ഡിഫറൻസസ് നമുക്ക് നോക്കാം. ബെൽജിയം ആൻഡ് ശ്രീലങ്ക നമ്മൾ നോക്കുന്ന സമയത്ത് അക്കോമഡേറ്റഡ് ഡിമാൻഡ്സ് ഓഫ് എത്നിക് ഗ്രൂപ്പ്സ്. ബെൽജിയത്തിലുണ്ടായിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സിന്റെ ഡിമാൻഡ് ആക്സെപ്റ്റ് ചെയ്യാനും അവിടെയുള്ള പീപ്പിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാനും ആർക്ക് പറ്റിയിട്ടുണ്ട്? ബെൽജിയത്തിന് പറ്റിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു?
മെജോറിറ്റേറിയനിസം ആണ്, അല്ലെങ്കിൽ സിൻഹള മെജോറിറ്റി ഡോമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഡോമിനൻസ് ആണ് എവിടെ നമുക്ക് കാണാൻ പറ്റിയത്? ശ്രീലങ്കയുടെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയതാണ്. ദെൻ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡച്ച് ആൻഡ് ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റീസ് ഇൻ ദ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന് ബോത്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിനും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്താ പറയുക റെപ്രസെൻറ്റേറ്റീവ്സിനും ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണ് എൻഷുർ ചെയ്തത്. പക്ഷേ ശ്രീലങ്കയിലേക്ക് വരുമ്പോഴോ സിൻഹള മെയ്ഡ് ഒഫീഷ്യൽ ലാംഗ്വേജ്, തമിഴ്സ് ഇഗ്നോർ ചെയ്തു. സിൻഹളയാണ് അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്, സിൻഹളാസിന് മാത്രമേ അവിടെ എന്തുള്ളൂ ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന രീതിയാണ് ഇവിടെ വന്നത്. ദെൻ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഫോംഡ് ഫോർ കൾച്ചറൽ ഇഷ്യൂസ്. ഈ പറയുന്ന കൾച്ചറൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കമ്മ്യൂണിറ്റി ഗവൺമെന്റ് ഫോം ചെയ്ത്. അറ്റ് ദ സെയിം ടൈം ശ്രീലങ്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു റിലീജിയന് തന്നെ എന്ത് ചെയ്യാണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് തമ്മിൽ വീണ്ടും സ്പ്ലിറ്റ് ആവാനുള്ള പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്തത്, ശ്രീലങ്കയിൽ ചെയ്തത്. യൂണിറ്റി പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആണ് എന്തിൻ്റെ റിസൾട്ട്? ബെൽജിയം മോഡ് ഓഫ് അക്കോമഡേഷൻ്റെ റിസൾട്ട്. ബട്ട് ശ്രീലങ്കൻ മോഡ് ഓഫ് മെജോറിറ്റേറിയനിസത്തിൻ്റെ റിസൾട്ട് എന്താണ്? സിവിൽ വാറും വയലൻസുമാണ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് ഈ പറയുന്ന ഗ്രൂപ്പ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് നാഷൻസ് എത്നിക് കമ്മ്യൂണിറ്റീസിനെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ എങ്ങനെ ഡീൽ ചെയ്തു, അല്ലെങ്കിൽ അവിടുത്തെ ഡിഫറൻസസിനെ എങ്ങനെ ഡീൽ ചെയ്തു എന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഡിസ്ക്രൈബ് ദ എത്നിക് കോമ്പോസിഷൻ ഓഫ് ബെൽജിയം. ബെൽജിയത്തിൻ്റെ എത്നിക് കോമ്പോസിഷൻ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലെമിഷ് അല്ലെങ്കിൽ ഡച്ച്, ഫ്ലെമിഷ് റീജിയനിലാണ് ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി. 59 ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഈ പറയുന്ന നമ്മുടെ ബെൽജിയത്തിലെ മെജോറിറ്റി എന്ന് പറയുന്നത്. ദെൻ ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് 40% എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജർമ്മൻ സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി 1% ആണ്. ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസലിൻ്റെ കേസ് എടുക്കുമ്പോൾ 40% ആരാടാ? 40% ആരാടാ? ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയും 20% ആരാടാ? ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടുത്തെ എത്നിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എൻറ്റയർ ദ ബെൽജിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡച്ച് മെജോറിറ്റിയാണ്, ഫ്രഞ്ച് 40% ഉണ്ട്, ദെൻ 1% ആണ് ജർമ്മൻ സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി. ദെൻ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബ്രസലിലേക്ക് നമ്മൾ പോകുമ്പോൾ 80% ഫ്രഞ്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയും 20% ഡച്ച് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മെജോറിറ്റേറിയനിസം വിത്ത് ദ റെഫറൻസ് ഓഫ് ടൂറിസ്റ്റ് ശ്രീലങ്ക. മെജോറിറ്റേറിയനിസം എന്നുള്ള കോൺസെപ്റ്റ് മെജോറിറ്റിയുടെ എന്താ പറയുക മൈനോറിറ്റീസിന്റെ ഒരു ഇൻട്രസ്റ്റും പ്രൊട്ടക്ട് ചെയ്യാതെ മെജോറിറ്റിയുടെ താല്പര്യം മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇത് ശ്രീലങ്കയുടെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. A belief that majority community should rule disregarding the minority interest. Example Sri Lanka നമ്മൾ നോക്കുകയാണെങ്കിൽ Sinhala was made only official language 1956 then Buddhism given the special status, then Tamil faced discrimination in education, jobs and politics. then result നമ്മൾ നോക്കുകയാണെങ്കിൽ civil war and demands for separate Tamil ഈളം നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ പറയുന്ന മെജോറിറ്റേറിയനിസം ശ്രീലങ്കയുടെ കേസിൽ നമ്മൾ നോക്കുന്ന സമയത്ത് സിൻഹള ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് റിക്കഗ്നൈസ് ചെയ്തു, തമിഴ്സിന് ഒരു ഇമ്പോർട്ടൻസും കൊടുത്തില്ല. പിന്നീട് ബുദ്ധിസം പ്രൊമോട്ട് ചെയ്തു. ഇപ്പോൾ എഡ്യൂക്കേഷനിലാണെങ്കിലും യൂണിവേഴ്സിറ്റി പൊസിഷൻസ് ആണെങ്കിലും ജോബ്സ് ആണെങ്കിലൊക്കെ ആർക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തു? സിൻഹള സ്പീക്കേഴ്സിന് മാത്രം മോർ ഇമ്പോർട്ടൻസ് കൊടുത്തു. തമിഴ് സ്പീക്കേഴ്സിന് തോന്നാണ് വി ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് നേഷൻ, എലിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ തോന്നാണ് ഈ പറയുന്ന തമിഴ് സ്പീക്കേഴ്സിന് ശ്രീലങ്കയിൽ തോന്നാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് സിവിൽ വാർ ബിറ്റ്വീൻ ദീസ് ടു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഓർ ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു അവിടുത്തെ നമ്മളീ പറഞ്ഞ മെജോറിറ്റേറിയനിസം പോളിസിയുടെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ ചോദിക്കുന്നത് വാട്ട് വേർ ദ അക്കോമഡേഷൻ സ്റ്റെപ്സ് ടേക്കൺ ബൈ ബെൽജിയം ടു സോൾവ് ഇറ്റ്സ് എത്നിക് പ്രോബ്ലംസ്. ബെൽജിയം അതിൻ്റെ എത്നിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എന്ത് കൈൻഡ് ഓഫ് മെഷേഴ്സ് ആണ്, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് അക്കോമഡേഷൻ മെഷേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കമ്മ്യൂണിറ്റീസ് ഇൻ സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന് ഈക്വൽ റെപ്രസെൻറ്റേഷൻ ആണ് ബോത്ത് കമ്മ്യൂണിറ്റീസിനും അലോ ചെയ്തത്. Then state government for regions. Brazil had separate government. State government അല്ലെങ്കിൽ ഫെഡറലിസം പോലുള്ള കോൺസെപ്റ്റ് പവർ ഷെയർ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് കൊടുത്തു? സെപ്പറേറ്റ് പവേഴ്സ് കൊടുത്തു. ബെൽജിയം ഒരു സെപ്പറേറ്റ് ഗവൺമെന്റ്, ബെൽജിയത്തിൽ ഒരു സെപ്പറേറ്റ് ഗവൺമെന്റും ഇൻട്രൊഡ്യൂസ് ചെയ്തു. കമ്മ്യൂണിറ്റി ഗവൺമെന്റ് കൊണ്ടുവന്നു. കൾച്ചർ, ലാംഗ്വേജ്, എഡ്യൂക്കേഷൻ മാറ്റേഴ്സിൽ കമ്മ്യൂണിറ്റി ഗവൺമെന്റ് കൊണ്ടുവന്നു. ഈക്വൽ പവേഴ്സ് അറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസ്. നോ സിംഗിൾ കമ്മ്യൂണിറ്റി ഡോമിനൻസ്. ഒരു സിംഗിൾ കമ്മ്യൂണിറ്റി ഡോമിനൻസ് ഉണ്ടായിരുന്നില്ല. കൂടാതെ ഫെഡറലിസ്റ്റിക് പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഈക്വൽ എന്താ പറയുക പവറാണ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും കിട്ടിയെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സ്റ്റേറ്റ് വൺ പ്രുഡൻഷ്യൽ റീസൺ ഫോർ പവർ ഷെയറിംഗ് എന്നുള്ളതാണ്. പവർ ഷെയറിങ്ങിന് ഒരു പ്രുഡൻഷ്യൽ റീസൺ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താടാ, യെസ്
Power sharing reduces the chances of social conflict and ensuring stability in the long run. നമുക്കിവിടെ കാണാൻ പറ്റും സോഷ്യൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാൻ എന്തിലൂടെ പറ്റും, പവർ ഷെയറിങ്ങിലൂടെ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചധികം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിവേ മക്കൾക്ക് എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടാവും, ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള MCQs മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാ. അപ്പോൾ തൽക്കാലം ഈ ഒരു സെഷനോട് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് മക്കൾ എന്ത് ചെയ്യുക, ഇൻഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടിപൊളിയായിട്ട് വീണ്ടും കാണാം. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഉഷാറായി പഠിക്കണം. അപ്പോഴത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.